അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മൃത്യുർനമേയ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആനന്ദഘനീഭൂതമായ ശിവസ്വരൂപമാണ് ഞാൻ. ആ ചൈതന്യമായിട്ട് സന്തോഷമായിട്ട് ആണ് ഞാൻ ഈ ലോകത്ത് നിലനിൽക്കുന്നത്. ആ സന്തോഷത്തിന് സന്തോഷം മാത്രമേ അനുഭവിക്കേണ്ടൂ. ബാക്കിയുള്ളത് മുഴുവൻ ശരീരബന്ധം കൊണ്ട് വന്നു പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ഈ അടങ്ങാത്ത ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കുകയും ചെയ്യാത്ത ഒരു മനുഷ്യന് ഒരു കാരണവശാലും ജീവിതത്തിൽ മോക്ഷത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. ഈ തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് നമുക്ക് നമ്മളെ നയിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ സാധനമൊക്കെ വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എന്താണ്, രജ്ജു കണ്ടിട്ട്, അതായത് പാമ്പാണെന്ന് തെറ്റായി വിചാരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ രജ്ജുഖണ്ഡം ഭയങ്കരമായിട്ടുള്ള സർപ്പമായിട്ടും യഥാർത്ഥ രൂപം ധരിച്ചവരുടെ ദൃഷ്ടിയിൽ അത് എന്തായിട്ട് കാണും? അയാൾ അതിനെ രജ്ജുവായിട്ട്, അതായത് അത് കയറ് തന്നെയാണ് എന്ന് അയാൾ കാണും. ഇത് കയറാണ്, അതായത് നമ്മളിങ്ങനെ കോപിച്ചു വരുമ്പോൾ അത് ശരീരമാണ് എന്ന് അയാൾ കാണും. കോപിച്ചു വരുന്നത് ആരാണ്? ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. നേരെ മറിച്ച് അതിനുള്ളിലുള്ള ആത്മസ്വരൂപം അത് ഞാൻ തന്നെയാണ്. അതിനൊരിക്കലും എന്നോടിങ്ങനെ എത്ര കോപിച്ചാലും ഇയാൾ ശാന്തനായിട്ടിരിക്കും. അതൊരു മനസ്സ് സുഖമാക്കി എടുക്കാൻ ഉള്ള ചെറിയൊരു അഭ്യാസം ഈ ദിശയിലേക്ക് നമ്മൾ തിരിച്ചുവിട്ടാൽ തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സുഖം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതാണ് ഈ ഒരു, അതായത് ചിലരതിനെ യഥാർത്ഥ സ്വരൂപം കാണുകയും ചിലരതിനെ രജ്ജുവിനെ രജ്ജുവായിട്ടും മറ്റു ചിലർ സർപ്പമായിട്ടും അതിനെ ധരിക്കുന്നു എന്നാണ്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. സയേവ ഹി പുനഃ സർവവസ്തുനി വസ്തുസ്വരൂപഃ സർവേശ്വരഃ സകല ജഗത്കാരണകാരണഭൂതഃ സർവപ്രത്യഗാത്മത്വാത് സർവഗുണാഭാസോപലക്ഷിത ഏക ഏവ പര്യവശേഷിതഃ. ഒന്നുകൂടി നോക്കൂ. സയേവ ഹി പുനഃ സർവവസ്തുനി വസ്തുസ്വരൂപഃ സർവേശ്വരഃ സകല ജഗത്കാരണകാരണഭൂതഃ സർവപ്രത്യഗാത്മത്വാത് സർവഗുണാഭാസോപലക്ഷിതഃ ഏക ഏവ പര്യവശേഷിതഃ. നിങ്ങൾ വായിച്ചു നോക്കൂ. സഹ ഏവ ഹി പുനഃ സർവവസ്തുനി വസ്തുസ്വരൂപഃ സർവേശ്വരഃ സകല ജഗത്കാരണകാരണഭൂതഃ സർവപ്രത്യഗാത്മത്വാത് സർവഗുണാഭാസോപലക്ഷിതഃ ഏകഃ ഏവ പര്യവശേഷിതഃ. ഒന്നുകൂടി നോക്കാം. സ ഏവ ഹി പുനഃ സർവവസ്തുനി വസ്തുസ്വരൂപഃ സർവേശ്വരഃ സകല ജഗത്കാരണകാരണഭൂതഃ സർവപ്രത്യഗാത്മത്വാത് സർവഗുണാഭാസോപലക്ഷിതഃ ഏക ഏവ പര്യവശേഷിതഃ. എങ്ങനെയാണ് അതിനെ പദച്ഛേദം? സഹ ഏവ ഹി പുനഃ സർവവസ്തുനി വസ്തുസ്വരൂപഃ സർവേശ്വരഃ സകല ജഗത്കാരണകാരണഭൂതഃ സർവപ്രത്യഗാത്മത്വാത് സർവഗുണാഭാസോപലക്ഷിതഃ ഏകഃ ഏവ പര്യവശേഷിതഃ. അങ്ങനെയാണ് പദച്ഛേദം. എങ്ങനെയാണ് അർത്ഥം പറയണത്? പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും, അതായത് ഇതിനെക്കുറിച്ച് ചിന്ത ചെയ്യുന്നവരുടെ അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ സഹ ഏവ എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ. ആരാണ്? ആ ഭഗവാൻ തന്നെ. സഹ ഏവ സർവവസ്തുനി എല്ലാ വസ്തുക്കളിലും വസ്തുസ്വരൂപഃ
യഥാർത്ഥ സ്വരൂപനും സർവേശ്വര എല്ലാത്തിൻ്റെയും നിയന്താവായ ഈശ്വരനായിട്ടിരിക്കുന്നവനും സകല ജഗത് കാരണഭൂത, അതായത് സകല ലോകങ്ങളുടെ കാരണദ്രവ്യങ്ങളായിട്ടുള്ള മഹത്ത് അഹങ്കാരം, ഇങ്ങനെയാണ് പറയുക. അതായത് ഇതുണ്ടാകുന്നൊരു പ്രക്രിയയുണ്ട്. മഹത്ത് അഹങ്കാരം, അഹങ്കാരത്തിൽ നിന്ന് ഞാൻ എന്ന വസ്തുസ്ഥിതി, ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാവുന്നു എന്നുള്ളതാണല്ലോ. അപ്പം സകല ലോകങ്ങളുടെയും കാരണദ്രവ്യങ്ങളായിരിക്കുന്ന മഹത്ത് എന്നിവയുടെ കാരണഭൂതനായിരിക്കുന്ന, അതായത് നമുക്കുണ്ടാകുന്ന എല്ലാ സൃഷ്ടിപ്രക്രിയയുടെയും കാരണഭൂതനായിരിക്കുന്ന സർവപ്രത്യഗാത്മത്വാത് എന്ന് വെച്ചാൽ എല്ലാത്തിലും അന്തര്യാമിയായിട്ട് വർത്തിക്കുന്ന സർവഗുണാഭാസോപലക്ഷിത എന്ന് വെച്ചാൽ സർവപ്രാകൃത വസ്തുക്കളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി പ്രകാശിപ്പിക്കുന്നു. എല്ലാ പ്രാകൃത വസ്തുക്കളെയും ഇന്ദ്രിയങ്ങൾ കൂടി പ്രകാശിപ്പിക്കുന്നതിനാൽ അനുമാനം കൊണ്ട് അറിയപ്പെടുന്നു. അതായത് എന്താ അതിൻ്റെ അർത്ഥം? ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്ത് കത്തിച്ചു വെച്ച വിളക്കാണ്. ഇന്ദ്രിയങ്ങൾക്ക് പുറത്തേക്ക് തുറക്കാനുള്ള ഓട്ട ഇല്ലേ, ഈ ഓട്ട ഇട്ട് കൊടുത്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഓട്ടയാണ് ഓരോ ഇന്ദ്രിയവും. ഈ ഓട്ട അടഞ്ഞു പോയാലോ ഇന്ദ്രിയമില്ല, അല്ലേ? അതായത് മറ്റൊരാൾ എന്നെക്കുറിച്ച് പറയുന്ന വസ്തുക്കളെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കയറി അയാൾ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് ആ ഇന്ദ്രിയത്തിലൂടെ തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് വികാരം ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഇന്ദ്രിയം അടച്ചു വെച്ചു എന്ന് വിചാരിച്ചോ, ഇന്ദ്രിയത്തിന് പുറത്തേക്ക് തുറക്കുന്നില്ല. ഇന്ദ്രിയം എവിടേക്കാണ് തുറക്കുന്നത്? ഉള്ളിലേക്ക് തുറന്നു നോക്കൂ. ഇന്ദ്രിയത്തെ ഉള്ളിലേക്ക് തുറന്നു നോക്കൂ. അനാഹതധ്വനി നമുക്ക് കേൾക്കാം. ഓങ്കാരധ്വനി നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നത് കേൾക്കാം. പുറത്തേക്കുള്ള തുറക്കൽ കൊണ്ടാണ് പ്രശ്നം മൊത്തം. തുറക്കണ്ട എന്നല്ല, കർമ്മം ചെയ്യണമെങ്കിൽ പുറത്തേക്ക് തുറക്കുക തന്നെ വേണ്ടെന്നല്ല പറയണത്. പക്ഷേ പുറത്തേക്ക് തുറക്കുമ്പോഴും ഈ ഉള്ളിലുള്ള അവസ്ഥാവിശേഷത്തെ സൂക്ഷിക്കാൻ, അതായത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് ഈ പുറത്തേക്ക് തുറന്നു വെച്ചാലും പ്രശ്നമില്ലാതിരിക്കുന്നത്. പുറത്തേക്ക് തുറന്നു വെക്കാൻ സാധിക്കണമെങ്കിൽ ഉള്ളിൽ അത്ര ഉറപ്പ് വേണം. ഉള്ളിലാണ് ഉറപ്പ്, അരക്കിട്ട് ഉറപ്പിക്കണം. അതുകൊണ്ട് എന്താണ്, സർവപ്രാകൃത വസ്തുക്കളെയും ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അനുമാനം കൊണ്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ പ്രകാശിപ്പിക്കുന്ന എന്തോ ഒരു സാധനം ഇതിനുള്ളിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞ പ്രക്രിയല്ലേ നമ്മൾ, അതായത് ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം, ആ പ്രക്രിയയിലൂടെയാണ് ഈ ഓരോന്നും ഉണർന്നു വരുന്നത്. ഇന്ദ്രിയങ്ങളൊക്കെ ഉണർന്നു വരുന്നത് ഈ പ്രക്രിയയിലൂടെയാണ്. അപ്പം അതുകൊണ്ട് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അനുമാനത്താൽ അറിയപ്പെടുന്നതുമായ ഏക ഒരുവൻ മാത്രമാണ് പര്യവശേഷിത. അതായത് സകല വസ്തുക്കളിലും പരമാർത്ഥമായിട്ട് വിളങ്ങുന്ന സകല ലോകങ്ങളുടെയും കാരണഭൂതനായിരിക്കുന്ന മഹത്തത്വ അഹങ്കാര തത്വാദികളുടെ മൂലകാരണഭൂതനായിരിക്കുന്ന ബുദ്ധ്യാദികളായ ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണം കൊണ്ട് അനുമാനത്താൽ അറിയപ്പെടാൻ യോഗ്യനായിരിക്കുന്ന ജീവ അന്തര്യാമിയായിട്ടിരിക്കുന്ന പ്രത്യഗാത്മാവ് അങ്ങ് മാത്രമാണ് എന്ന് നേതി എന്ന വിചാരം കൊണ്ട് നമ്മൾ ഉറപ്പിക്കണം എന്നാണ്. എന്താ ഈ നേതി? മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. നേതി എന്നുള്ള അതാണോ ഭഗവാൻ, ഇതാണോ ഭഗവാൻ, അതാണ്. അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പറയും, ഒന്നൊന്നാ എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അതായത് ഇതാണോ ഭഗവാൻ? മേൽപ്പത്തൂർ പറയും, നോ തിരിയഞ്ചം ന മർത്യം ന ചസുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസദ്വാപി തേ രൂപമാഹു ശിഷ്ടം യത്സ്യാന്നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. എന്താ അതിൻ്റെ അർത്ഥം? നോ തിര്യഞ്ചം, തിര്യക്കുകളാണോ ഭഗവാൻ? അല്ല, അതല്ല ഭഗവാൻ. ന മർത്യം, മനുഷ്യനാണോ? ന ച സുരം, ദേവനാണോ? ന ച സുരം അസുരം, അസുരനാണോ? ന ച സുരം അസുരം ന സ്ത്രീയം, സ്ത്രീയാണോ? നോ പുമാംസം, പുരുഷനാണോ? ഈ സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയോ?
ധർമ്മം മാത്രമാണ് അവരെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും. അത് ആദ്യം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കോമരം തുള്ളേണ്ട ഒരാവശ്യവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ആത്മസ്വരൂപം എന്ന് പറയുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെയാണ്. അത് പുരുഷന് മനസ്സിലാക്കണം, സ്ത്രീ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. അത് മനസ്സിലായ പ്രശ്നം അവസാനിച്ചു. അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു കുപ്പായമാണ്. സ്ത്രീ എന്ന് പറയുന്ന കുപ്പായ ഇട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പുരുഷൻ എന്ന് പറയുന്ന കുപ്പായ ഇട്ടിട്ടാണ് വേറെ കുറേ ആളുകൾ വന്നിരിക്കുന്നത്. ഈ കുപ്പായം എങ്ങനെ ഉണ്ടായി? നമ്മുടെ വസ്ത്രമാണത്. അതായത് ആത്മാവിൻ്റെ വസ്ത്രമാണ് സ്ത്രീയായ വസ്ത്രവും പുരുഷനായ വസ്ത്രവും. ഇതിൻ്റെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് നിർവഹിക്കാനുള്ള പ്രവൃത്തി വ്യത്യസ്തം തന്നെയാണ്, 100% വ്യത്യസ്തമാണ്. അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. കാരണം ഒരു പുരുഷന് ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാൻ സാധിക്കുമോ? നിർബന്ധമായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് കുട്ടിയെ ഗർഭം ധരിച്ച് അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാനുള്ള ശേഷിയുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് ആ കുപ്പായത്തിൻ്റെ സവിശേഷത. അതായത് അതുകൊണ്ട് ആ സവിശേഷത നമ്മൾ ഏറ്റെടുക്കുകയും ആ ധർമ്മം നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സ്ത്രീ ശരീരം എന്നുള്ള നിലയ്ക്ക് സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം. ഉള്ളിലുള്ള ആത്മസ്വരൂപം ഒന്ന് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അതാണ് വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി, അല്ലേ? തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി ഗൃഹാതി നവാനി ദേഹി, അല്ലേ? അതായത് ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ശരീരത്തെ ഒരു പക്ഷേ ഒരു ദിവസം പൂച്ചയായിട്ട് ജനിക്കും, ഒരു ദിവസം എലിയായിട്ട് ജനിക്കും, ഈച്ച ചത്തൊരു പൂച്ചയായി ഇടുന്നു, അല്ലേ? പൂച്ച മനുഷ്യനായിട്ട് ജനിക്കും, സ്ത്രീയായിട്ട് ജനിക്കും, പുരുഷനായിട്ട് ജനിക്കും. ഈ സാധനങ്ങൾ മുഴുവൻ എന്താണ്? ഒരേ സംഗതിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ജനിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ മുമ്പേ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, 3 തരത്തിൽ ഒരാൾക്ക് ശരീരങ്ങളുണ്ട്, അല്ലേ? ഒരാൾക്ക് 3 തരത്തിലുള്ള ശരീരങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ശരീരം സ്ഥൂല ശരീരം, ഈ കാണുന്ന പുറത്തുള്ള മജ്ജയും മാംസവും ഒക്കെ അടങ്ങുന്ന ഒരു സ്ഥൂല ശരീരം. അതായത് പുറത്ത് കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ അസ്ഥിയും മാംസവും ഒക്കെ തൊലിയും ഒക്കെ അടങ്ങുന്ന ഈ ശരീരം. അതിനുള്ളിൽ എന്തുണ്ട്? ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ അന്തഃക്കരണം, പ്രധാനമായിട്ട് അതാണ് അന്തഃക്കരണം എന്ന് പറയും. അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഈ മനസ്സിൻ്റെ പര്യായമായിട്ടാണ് നമ്മൾ ചിത്തത്തെ എടുക്കാറുള്ളത്, അല്ലേ? എന്താ മനസ്സും ചിത്തവും തമ്മിലുള്ള വ്യത്യാസം? ചിത്തം എന്ന് പറയുന്ന സ്മരണാത്മകമാണ്. ചിത്തം എന്ന് പറയുന്നത് സ്മരണത്തെ നിലനിർത്തുന്നതാണ്. മനോബുദ്ധി അഹങ്കാര ചിത്തം, ചിത്തത്തിൻ്റെ പ്രത്യേകത ഓർമ്മയാണ് ചിത്തം. മറ്റേത് മനസ്സ്, ബുദ്ധി, മനസ്സാണ് ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ചിത്തം എന്താണ്? സ്മരണാത്മികയാണ്. അപ്പം അതുകൊണ്ട് ഈ സാധനത്തെ എന്ത് പറയുക? സൂക്ഷ്മ ശരീരം എന്ന് പറയാം. അപ്പം പിന്നെയോ കാരണ ശരീരം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മറയുണ്ട്. അതായത് ഓരോരോ ദിവസവും നമ്മൾ കൃത്യമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഈ സ്വപ്നം കാണുന്നത് ആരുടെ വ്യാപാരമാണെന്നറിയോ? സൂക്ഷ്മ ശരീരത്തിൻ്റെ വ്യാപാരമാണ്. സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ് സ്വപ്നം ഉണ്ടാകുന്നത്. അതായത് നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഓരോ ദിവസത്തെ ചിന്താ പദ്ധതികൾക്കനുസരിച്ചാണ് നമ്മുടെ സ്വപ്നം രൂപപ്പെടുന്നത്. കള്ളനുണ്ടാവും, കശ്മലനുണ്ടാവും, സമുദ്രം ഉണ്ടാവും, പാമ്പുണ്ടാവും, പലതും ഉണ്ടാവും. ഇതൊക്കെ ഉണരുന്നത് വരെ നമുക്ക് സത്യമാണ്. എവിടെ നിന്നുണ്ടായി ഈ വ്യത്യസ്ത ശരീരം? എവിടെ നിന്നുണ്ടായി? നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടായി. വേറെ എവിടെ നിന്നെങ്കിലും ഉണ്ടായോ? ഇല്ല, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി. അതായത് അതുണ്ടാക്കുന്നത് ആരാണ്? സൂക്ഷ്മ ശരീരമാണ്. അപ്പോൾ ആ സൂക്ഷ്മ ശരീരം ഉണരുന്നത് വരെ നമ്മളെ സംബന്ധിച്ച് ശരിയാണ്. അപ്പം വേദാന്തം പറയുന്നത് എന്താണ്? ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്ന ഈ വ്യത്യസ്ത ശരീരങ്ങൾ ഒന്ന് തന്നെയാണ്. ഇതും നിങ്ങൾക്ക് ഒന്നായിട്ട് തോന്നാത്ത എന്തുകൊണ്ടാണ്? മായ വന്ന് മറയ്ക്കുന്നത് കൊണ്ടാണ്. അതായത് രണ്ടായിട്ട് അനുഭവപ്പെടുന്നത് മായയായിട്ട് മറയ്ക്കുന്നത് കൊണ്ടാണ്. അതായത് എപ്പോഴാണ് നമുക്ക് ഈ മായയുടെ മറവില്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? പഞ്ചാരയിൽ കയ്പു തുടങ്ങിടുന്നു, അല്ലേ? എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. പൂന്തിങ്കളിൽ കൂരിരുൾ കേറിടുന്നു,
കന്ദർപ്പനിൽ ദർപ്പമൊഴിഞ്ഞിടുന്നു തദ്ദിവ്യലാവണ്യവിലാസവായ്പ. ഈ ലോകത്ത് മധുരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന പഞ്ചസാരയ്ക്ക് ഒരു മാധുര്യവും ഇല്ലാന്ന് തോന്നും. കാരണം എന്താ? അതിലേറെ മാധുര്യം എൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു. പിന്നെ എനിക്ക് എന്തിനാ മാധുര്യത്തിന് വേണ്ടി പുറത്തുള്ളൊരു പഞ്ചസാര? എൻ്റെ ഉള്ളിലുള്ള ഈ മാധുര്യത്തെ, എൻ്റെ ഉള്ളിലുള്ള ഈ പ്രകാശത്തെ ഞാൻ അനുഭവിക്കുമ്പോൾ പുറത്തുള്ള ചന്ദ്രൻ, പുറത്തുള്ള സൂര്യൻ അതിനേക്കാളും എന്താ ഭഗവത്ഗീത പറയുന്നത് എന്താണ്? ഒരു 10,000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചതുപോലെയാണ് ആരുദിച്ചത്? ഭഗവാൻ ഉദിച്ചത് അല്ലേ? 10,000 സൂര്യൻ, ഒരു സൂര്യൻ്റെ പ്രകാശമാണ് നമ്മൾ ഈ കാണുന്നത്. 10,000 സൂര്യൻ ഒരുമിച്ച് ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ സൂര്യൻ അപ്പം എന്തില്ല? അത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉണർന്നു കഴിയുമ്പോൾ ഈ സൂര്യൻ എന്തില്ല? ഇതിന് പ്രകാശമില്ല. ഈ പഞ്ചസാരയ്ക്ക് മാധുര്യമില്ല അല്ലേ? അതുകൊണ്ട് ആ ഒരു പ്രകാശത്തെ അനുഭവിക്കാൻ ഉള്ളതാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരം. മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. വേറെ ലോകത്ത് ഒരു ജീവജാലങ്ങൾക്കും ആ പ്രകാശത്തെ, ആ ആനന്ദത്തെ, ആ അനുഭൂതിയെ അനുഭവിക്കാൻ സാധിക്കുകയേ ഇല്ല. നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് മനുഷ്യനായിട്ട് നന്നായിട്ട് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന കുശുമ്പും കുനുഷ്ടും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യണം? നല്ല വികാരങ്ങളെ മനസ്സിൽ നിറയ്ക്കണം. തീർച്ചയായിട്ടും മരണസമയത്ത് ആലോചിക്കുന്നത് ഈ ആനന്ദ അനുഭൂതിയാണെങ്കിൽ നമ്മുടെ അടുത്ത ജന്മം ക്വാളിഫൈഡായി. ജന്മം ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ നല്ലത് തീർച്ചയായിട്ടും. കാരണം ആഗ്രഹമില്ലെങ്കിൽ ജന്മമില്ല. ആഗ്രഹമില്ലാതെ ആവാൻ അത്ര എളുപ്പമൊന്നുമല്ല, ആണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണം തോന്നാത്ത ഒരു കാലം എപ്പോഴെങ്കിലും വരുമായിരിക്കും ജീവിതത്തിലല്ലേ? അതായത് ഒന്നും വേണം എന്ന് തോന്നാത്ത, കാരണം എന്താ? ഒന്നും വേണം എന്ന് തോന്നാതിരിക്കുന്നത് എപ്പോഴാണ്? നമ്മളിൽ എല്ലാം വന്ന് നിറയുമ്പോഴാണ്. അതായത് ആത്മസ്വരൂപം ഉണരുമ്പോൾ. ഈ പറയുന്ന ലോകത്ത് കാണുന്ന, നിങ്ങൾ കണ്ടില്ലേ, സായിബാബയെ പോലെയുള്ളവർ മാലയോ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഈ വായെന്ന് മറ്റേ എന്താ പറയുക, സ്വർണത്തിൻ്റെ കുടം ഇങ്ങോട്ട് ഛർദ്ദിച്ചിട്ട് അതെടുത്ത് മറ്റേ ആൾക്ക് അങ്ങോട്ട് കൊടുക്കും അല്ലേ? എങ്ങനെയാണ്, എവിടെ നിന്നുണ്ടായി ഈ സാധനം? അതായത് അവനവൻ്റെ ഇതൊക്കെ അവനവൻ തന്നെയാണെന്നുള്ള ബോധമാണത്. ഈ പറയുന്ന മാല വേറെയല്ല, വള വേറെയല്ല, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും വേറെ ഒരു സാധനമല്ല, അത് ഞാൻ തന്നെയാണ്. അപ്പം അത് എൻ്റെ ഉള്ളിൽ നിന്ന് വരില്ലേ? സ്വാഭാവികമായിട്ടും വരും. അതായത് അത് ഉണരണം. ആ ഒരു സംഗതി നമ്മുടെ അന്തര്യാമിയായിരിക്കുന്ന ഭഗവത് സ്പർശത്തെ ഉണർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആ വേദന, അതായത് വേദനിക്കുമ്പോൾ എന്ത് വേണം? ഭഗവാൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് വേദന ഇല്ലാതെ ആക്കി തരണമെങ്കിൽ എന്ത് വേണം? ഇല്ലേ, എന്താണ് ഒരു സാധനം ഉണ്ടല്ലോ, കർമ്മമെല്ലാം ഒടുങ്ങിയൻ ദേഹമീ മണ്ണിൽ വീഴുന്ന നേരത്തു മാധവ മൃത്യുഭീതി അകറ്റുവാൻ നിന്നുടെ കൺമുനകളാലൊന്നെന്നെ നോക്കണേ. മെല്ലെ മെല്ലെ അടയുന്ന കൺകളിൽ നിന്റെ മോഹന രൂപം തെളിയണേ. ശൂന്യമാകുന്ന കാതുകൾ നിന്നുടെ നാമമന്ത്രങ്ങൾ കേട്ടടഞ്ഞിടണേ. വേദനകൾ അകറ്റുവാൻ എന്നുടെ ചാരെ പുഞ്ചിരി തൂകി നീ നിൽക്കണേ. നേർത്തലിഞ്ഞു പോകുന്നൊരു ശ്വാസത്തിൽ നിൻ കളഭത്തിൻ ഗന്ധം നിറയ്ക്കണേ. ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഈ ഗന്ധത്തെ നിറപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവനവൻ്റെ അന്തരാത്മാവിലുള്ള ഈശ്വരാംശം ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ, ആ യോഗികളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഗന്ധം അനുഭവപ്പെടും. അവരുടെ മൂന്നാം തൃക്കണ്ണ് തുറന്നതിൻ്റെ ഒരു പ്രധാനമായ ഗന്ധം അവരുടെ അടുത്ത് നിന്നിങ്ങനെ ഒഴുകി ഒഴുകി പ്രകാശിക്കുന്നത് നമുക്ക് അനുഭവപ്പെടും. ആ അനുഭവൈകവേദ്യമായ ആനന്ദത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിലൂടെ കുറച്ച് കടന്നു പോവുക തന്നെ വേണം. അപ്പോൾ ഞാൻ ഒരു സാധനത്തോടു കൂടി ഇവിടെ നമുക്ക് നിർത്താം. നമുക്ക് നോക്കാം. പുനഃ എന്ന് വെച്ചാൽ
ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നവരുടെ അനുഭവം എന്ത് എന്ന് ചോദിച്ചാൽ സഹ ഏവ, ആ നിന്തിരുവടി തന്നെ സർവവസ്തുനി, സകല വസ്തുക്കളിലും വസ്തുസ്വരൂപമായിട്ട്, യഥാർത്ഥ സ്വരൂപമായിട്ട്, സർവേശ്വരനായിട്ട്, സകലത്തിൻ്റെയും നിയന്താവായിട്ട്, സകല ജഗത് കാരണമായിട്ട്, അതായത് സകല ലോകങ്ങളുടെയും കാരണദ്രവ്യമായിട്ടുള്ള മഹത്ത്, അഹങ്കാരം തുടങ്ങിയവയുടെ കാരണഭൂതനായിട്ട്, സർവപ്രത്യഗാത്മത്വാത്, ഇതിൻ്റെയൊക്കെ എല്ലാ വസ്തുക്കളിലും അന്തര്യാമിയായിട്ടിരിക്കുന്നത് കൊണ്ട് സർവഗുണാഭാസോപലക്ഷിത, സർവപ്രാകൃത വസ്തുക്കളെ ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് ഓരോ വസ്തുക്കളെയും വ്യത്യസ്തമായി ഇന്ദ്രിയങ്ങളിലൂടെ വ്യത്യസ്തമായി പ്രകാശിക്കുന്നവനായിട്ട്, അതായത് പ്രകാശിപ്പിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു, അനുമാനത്താൽ ഇദ്ദേഹമാണ് പ്രകാശിപ്പിക്കുന്നത് എന്ന് നമ്മൾ അനുമാനം കൊണ്ട് അറിയപ്പെടുന്നവനുമായി ഏകയേവ, ഒറ്റയാൾ മാത്രമേ ഉള്ളൂ എന്ന് അവശേഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സകല വസ്തുക്കളിലും പരമാർത്ഥമായിട്ട് വിളങ്ങുന്ന, സകല ലോകങ്ങളുടെയും കാരണമായിട്ടിരിക്കുന്ന, മഹത്തത്വ അഹങ്കാരാദികളുടെ മൂലകാരണമായിരിക്കുന്ന, ബുദ്ധ്യാദികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണം കൊണ്ട് അനുമാനത്താൽ അറിയപ്പെടാൻ യോഗ്യനായിരിക്കുന്ന, ജീവികളുടെയൊക്കെ അന്തര്യാമിയായിരിക്കുന്ന പ്രത്യഗാത്മാവായ നിന്തിരുവടി ഒന്ന് തന്നെയാണ് എന്ന് നേതി, ഇതാണോ ഭഗവാൻ, ഓരോന്നിലും പോയിട്ട് നമ്മൾ ഇതാണോ ഭഗവാൻ, ഓരോന്നിനെ കാണുമ്പോഴും നമ്മൾ അതിലുള്ള ഭഗവത് ചൈതന്യത്തെ ദർശിക്കാൻ പഠിച്ചുകൊണ്ട് ഇതല്ല ഭഗവാൻ, അതായത് എൻ്റെ നേരെ ചാടി വരുന്നതാണോ ഭഗവാൻ, അതല്ല ഭഗവാൻ, അതിനുള്ളിൽ ഞാനെയും അയാളെയും ഒന്നാക്കി നിർത്തുന്ന ഒരു ആത്മവസ്തു ഇരിക്കുന്നു എന്ന് ലോകത്തുള്ള സകലത്തിനെയും നോതിര്യഞ്ചം ന മർത്യം ന ചസുരം അസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മ ജാതിം ഗുണമപി, സത്തും അസത്തുമായ ഒന്നുമല്ല, സദസദ്വാപിതേ രൂപമാഹു. പിന്നെയോ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ എന്താണ്, ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി, ഇതിനെയൊക്കെ അങ്ങോട്ട് നിഷേധിച്ചുകൊണ്ട് ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി നിഗമശതൈ, നിഗമം എന്ന് പറഞ്ഞ വേദമാണ്, വേദശതവാക്യങ്ങളെ കൊണ്ട്, അതായത് അഹം ബ്രഹ്മാസ്മി, തത്വമസി ഇത്യാദികളായിട്ട് ഒരുപാട് വാക്യങ്ങൾ, അയമാത്മാ ബ്രഹ്മ ഇത്യാദികളായിട്ടുള്ള വ്യത്യസ്തമായ വാക്യങ്ങളെ കൊണ്ട്, അതാണ് നിഗമശതൈ, ലക്ഷണാവൃത്തിതസ്തത്, ലക്ഷണം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്നതാണ്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഇതിന്നതാണ്. എന്താണ് ബ്രഹ്മം? അഹം ബ്രഹ്മാസ്മി. എന്താണ് നീ? ആരാണ് നീ? തത്വമസി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനെയും വിശദീകരിച്ച് ഇത്രയും 10,000 വാക്യങ്ങളെ കൊണ്ട്, അതാണ് ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്ത കൃച്ഛ്രേണാവേദ്യമാനം. ഭാഷ കൊണ്ട് വളരെ പണിപ്പെട്ട് മാത്രമേ അതിനെ പറയാൻ സാധിക്കുള്ളൂ. കാരണം എന്താ? അത് ഭാഷ കൊണ്ട് ഇന്നതാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് അനുഭവൈക വേദ്യമാണ്. അത് അനുഭവിച്ചാൽ മാത്രം മറ്റൊരാൾ തന്നിട്ട് വേണ്ട നമുക്കൊരു സാധനം കിട്ടാൻ. എല്ലാം നമ്മളിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അണിമയും മഹിമയും ഒക്കെ ഉണർന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നത്? അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്ത് അവർക്ക് കിട്ടാവുന്ന എല്ലാ നശിച്ചു പോകുന്ന വസ്തുക്കളെയും ഉണ്ടാക്കിയെടുക്കും അവനവൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മളെന്ത് ചെയ്യും? നമുക്കൊക്കെ അങ്ങനെ ഒരു ശക്തി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതും കൊണ്ട് അർമാദിക്കും, അല്ലേ? ഈ സാധനം എന്താ, മറ്റയാൾ കാണുമ്പോൾ ഈ സാധനം എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ദേ എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പം എന്ത് ചെയ്യും? നാട്ടുകാർ മൊത്തം വന്നിട്ട് എൻ്റെ കാൽക്കൽ വീഴും, ഞാൻ മഹാനായ മനുഷ്യനായി, അല്ലേ? ഇതാണ് സാധാരണ മനുഷ്യനുണ്ടാവുക. പക്ഷെ ഇതിലൊന്നും ഒരു ഇതില്ലാതെ, അതായത് യഥാർത്ഥ യോഗിക്ക് മാത്രമേ ഈ അർമാദിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്യും? അദ്ദേഹം ഇതൊന്നും ഒരു കളി അല്ലേ, മായാവിലാസം, ഈശ്വരൻ്റെ കളി. ഈശ്വരൻ ഈ 10 ആൾക്കാരെ 10ആയി നമുക്ക് കാണിച്ചു തരുന്നത് പോലെയുള്ള കളി. ഇത് ഒരാൾ അതായത് ആത്മാവസ്ഥ ഉണരുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്നിനോടും അയാൾക്ക് പരാതിയില്ല, ഒന്നിനോടും അയാൾക്ക് ദേഷ്യമില്ല, ഒന്നിനോടും അയാൾക്ക് പ്രേമവുമില്ല, ഒന്നിനോടും അനുരാഗവുമില്ല. കാരണം എന്താ? പ്രത്യേകമായ അനുരാഗമില്ല എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാത്തിനോടും ഒരേ അനുരാഗം അയാളിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ഒരേ പ്രേമം, അതാണ് പ്രേമം നിഷ്കാമമായാൽ സകല കലുഷവും. എന്താണ് കാലുഷ്യം എന്ന് പറയുന്നത്? എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്, എൻ്റേത് എന്നുള്ളതാണ് കാലുഷ്യം. സകല കലുഷവും വിട്ടുപോയി ശുദ്ധമായാൽ കൈവല്യാകാംക്ഷ പോലും, കൈവല്യ മോക്ഷം എന്ന് പറയുന്ന, എനിക്ക് മോക്ഷം വേണം എന്നുള്ള വിചാരമില്ല, ഞാൻ എന്നെ തന്നെ നന്നാക്കിയെടുക്കുകയാണ്, എന്നെ തന്നെ പരിശുദ്ധമാക്കുകയാണ്, അങ്ങനെയുള്ള വിചാരം പോലും
അസ്തമിച്ചിരിക്കുന്നു. അങ്ങനെ മോക്ഷസൗഖ്യേപ്യനീഹ എന്ന് പറയും. അങ്ങനെയുള്ള ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന്. അടുത്ത ഭാഗം നോക്കൂ. അഥഃ വാവ തവ മഹിമാമൃതരസസമുദ്രവിപ്രുഷ സകൃദവലീഢയാ സ്വമനസി നിഷ്യന്ദമാന അനവരതസുഖേന വിസ്മാരിത ദൃഷ്ടശ്രുതവിഷയസുഖലേശാഭാസാഃ പരമഭാഗവതാഃ ഏകാന്തിനോ ഭഗവതി സർവഭൂതപ്രിയസുഹൃദി സർവാത്മനി നിതരാം നിരന്തരം നിർവൃതമനസഃ കഥമു ഹ വാ ഏതേ മധുമഥന പുനഃ സ്വാർത്ഥകുശലാ ഹ്യാത്മപ്രിയസുഹൃദഃ സാധവസ്ത്വച്ചരണാംബുജാനുസേവാം വിസൃജന്തി ന യത്ര പുനരയം സംസാരപര്യാവർത്തഃ. ഇങ്ങോട്ട് വായിച്ചു നോക്കൂ. അഥ ഹ വാവ തവ മഹിമാമൃതരസസമുദ്രവിപ്രുഷ സകൃദവലീഢയാ സ്വമനസി നിഷ്യന്ദമാന അനവരതസുഖേന, ഒറ്റപ്പദമാണ് കേട്ടോ, നിഷ്യന്ദമാനാനവരതസുഖേന വിസ്മാരിത ദൃഷ്ടശ്രുതവിഷയ സുഖലേശാഭാസാഃ. ഒറ്റപ്പദമാണ്. വിസ്മാരിത ദൃഷ്ടശ്രുതവിഷയ സുഖലേശാഭാസാഃ പരമഭാഗവതാഃ ഏകാന്തിനോ ഭഗവതി സർവഭൂതപ്രിയസുഹൃദി സർവാത്മനി നിതരാം നിരന്തരം നിർവൃതമനസഃ കഥമു ഹ വാ ഏതേ മധുമഥന പുനഃ സ്വാർത്ഥകുശലാ ഹ്യാത്മപ്രിയസുഹൃദഃ സാധവഃ ത്വച്ചരണാംബുജാനുസേവാം വിസൃജന്തി ന യത്ര പുനരയം സംസാരപര്യാവർത്തഃ. ഇങ്ങനെയാണ് പദച്ഛേദം. നോക്കാം. അഥ ഹ വാവ തവ മഹിമാമൃതരസ സമുദ്രവിപ്രുഷ സകൃത് അവലീഢയാ സ്വമനസി നിഷ്യന്ദമാന അനവരതസുഖേന വിസ്മാരിത ദൃഷ്ടശ്രുത വിഷയസുഖലേശാഭാസാഃ പരമഭാഗവതാഃ ഏകാന്തിനഃ ഭഗവതി സർവഭൂതപ്രിയസുഹൃദി സർവാത്മനി നിതരാം നിരന്തരം നിർവൃതമനസഃ കഥമു ഹ വാ ഏതേ മധുമഥന പുനഃ സ്വാർത്ഥകുശലാഃ ഹി ആത്മപ്രിയസുഹൃദഃ സാധവഃ ത്വച്ചരണാംബുജാനുസേവാം വിസൃജന്തി ന യത്ര പുനഃ അയം സംസാരപര്യാവർത്തഃ. ഇങ്ങനെയാണ് ഇതിൻ്റെ പദച്ഛേദം. എങ്ങനെയാണ് നമ്മൾ അർത്ഥം പറയണത് നോക്കാം. അഥ ഹ, അഥ എന്ന് പറഞ്ഞാൽ അനന്തരം എന്നൊക്കെയാണ് അർത്ഥം. അനന്തരം തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മഹിമാമൃത സമുദ്ര വിപ്രുഷ. മഹിമാമൃത സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മാഹാത്മ്യമാകുന്ന അമൃതരസം നിറഞ്ഞ സമുദ്രത്തിലെ മഹിമാമൃത രസസമുദ്ര, അതായത് മാഹാത്മ്യമാകുന്ന അമൃതരസം നിറഞ്ഞിട്ടുള്ള സമുദ്രത്തിലെ വിപ്രുഷ എന്ന് പറഞ്ഞാൽ തുള്ളി കൊണ്ട് സകൃത് അവലീഢയ നന്നായിട്ട് അത്
എന്താ പറയുക, ആസ്വദിക്കുക. ഇവിടെ അവലേഹ എന്ന് പറഞ്ഞാൽ നക്കുകയാണ് ശരിക്കും. അവലേഹ അറിയാലോ, ലേഹം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അവലീഢയ, അത് നന്നായിട്ട് നക്കി ആസ്വദിച്ചിരിക്കുന്നു. അതായത് ഒരിക്കൽ ആസ്വദിച്ചു കഴിഞ്ഞാൽ എന്നേ അർത്ഥമുള്ളൂ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. തുള്ളി കൊണ്ട്, അതായത് അങ്ങയുടെ മഹാത്മ്യമാകുന്ന അമൃതരസമാകുന്ന സമുദ്രത്തിലെ ഒരു തുള്ളി നുണഞ്ഞാൽ, അത്രയേ ഉള്ളൂ, ഒരു തുള്ളി നുണഞ്ഞാൽ സ്വമനസി, തങ്ങളുടെ മനസ്സിൽ, നിഷ്യന്തമാന എന്ന് വെച്ചാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അനവരത സുഖേന, ഒരു തുള്ളി, അതായത് ഭഗവത് അനുഭൂതിയുടെ ഒരു തുള്ളി നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് എന്തുണ്ടാവും? അനവരതമായ സുഖം ഉണ്ടാവും. അതായത് അനവരത സുഖേന, നിരന്തരമായ സുഖത്താൽ, വിസ്മാരിത, അതായത് മറപ്പിക്കപ്പെട്ടെന്ന് പറയുന്നത്. അതായത് അതുകൊണ്ട് എന്തായി, നമ്മൾ മറന്നുപോയി. വിസ്മാരിത ദൃഷ്ടശ്രുത വിഷയ സുഖലേശാഭാസാഹ, അതായത് കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായിട്ടുള്ള വിഷയസുഖലേശങ്ങളുടെ ആഭാസങ്ങളോട് കൂടിയവരും. ഏകാന്തിനഃ എന്ന് വെച്ചാൽ മറ്റൊന്നിനെയും ആഗ്രഹിക്കാത്ത, അത് ഒറ്റയ്ക്ക് നിൽക്കുന്നവരും, മറ്റൊന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ആയിട്ടുള്ള പരമഭാഗവതാഹ. അവർക്ക് എന്താ പറയുക, സന്തോഷിക്കാൻ വേറൊരു വിഷയത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഏകാന്തിനഃ, ഏകാന്തമായിട്ടിരുന്നാലും എന്ത് കിട്ടും? സന്തോഷം കിട്ടും. നമുക്കൊക്കെ നമ്മുടെ കയ്യിൽ വല്ലതും കിട്ടിയാൽ, അല്ലെങ്കിൽ അപ്പുറത്തുള്ളവൻ എന്ത് നല്ലത് പറഞ്ഞാൽ, അല്ലേ, നമ്മളെത്തിരി പ്രശംസിച്ചാൽ, നമ്മളെത്തിരി വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇതൊക്കെ ഒന്ന് നിവർത്തി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നമുക്ക് എന്ത് തരുന്നത്? സന്തോഷം തരുന്നത്. കോളറൊക്കെ ഒന്ന് പൊക്കി, അല്ലേ, ഇതൊക്കെയാണ് സാധാരണ മനുഷ്യന് സന്തോഷം തരുന്നത്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇതിനേക്കാളും ഒക്കെ വലിയ സന്തോഷം എവിടെ ഇരിക്കുന്നു? അവനവൻ്റെ ഉള്ളിലിരിക്കുന്നു. ആത്മാനുഭൂതിയാകുന്ന ഈ സന്തോഷത്തെ ഒരല്പം നുണഞ്ഞാൽ പിന്നെ മറ്റേതൊന്നും നമുക്ക് നുണയാൻ സാധിക്കില്ല. കാരണം അത്രയും വലിയ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. ആ സന്തോഷത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊന്നിനെയും ആഗ്രഹിക്കാത്ത പരമഭാഗവതാഹ, പരമഭക്തന്മാരായിട്ടുള്ളവർ, സർവഭൂതപ്രിയ സുഹൃതി എന്ന് വെച്ചാൽ സകല ഭൂതങ്ങളുടെ പ്രീതിപാത്രവും, അല്ലേ, എന്നുവെച്ചാൽ സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മനി, അങ്ങനെയാ പറയാ. അതായത് എല്ലാ ഭൂതങ്ങളിലും ഭഗവത് ഭാവത്തെ കാണാൻ, ആത്മാവിനുള്ള ഭഗവത് ഭാവം എല്ലാ ഭൂതങ്ങളിലും കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്താവാൻ സാധിക്കുള്ളൂ. സർവഭൂതപ്രിയ സുഹൃതി, സകല ഭൂതങ്ങളുടെ പ്രീതിപാത്രവും സുഹൃത്തും. പിന്നെയോ സർവാത്മനി, എല്ലാവരുടെയും ആത്മാവായിട്ടിരിക്കുന്ന ഭഗവതി, ഭഗവാനിൽ, നിതരാം, വളരെയധികം, നിരന്തരം, എല്ലായ്പ്പോഴും, നിർവൃത മനസ്സഹ, അതായത് ആത്മാനന്ദരസത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരുടെ അനുഭൂതി എന്താണ്? നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മദോ നൈവ മേ നൈവ മാത്സര്യഭാവ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഏതായാലും എന്താണ്? നിർവൃതിയെ പ്രാപിച്ചിരിക്കുന്നു മനസ്സ്. എന്താ കാരണം? ശരീരത്തിലുള്ള ദുഷ്ടമായ എല്ലാ ഗുണങ്ങളും എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ നല്ല ഗുണങ്ങൾ മാത്രം ഇങ്ങനെ ഉയർന്നു പൊങ്ങും. അപ്പോഴൊരു സമാധാനം ഉണ്ടല്ലോ, അത് വലിയൊരു സമാധാനമാണ്. അതായത് അത് മായായത്ര കഥാപിനോ വികുരുതേ എന്നുള്ള അവസ്ഥയാണ്. ഭാതേ ജഗദ്ഭ്യോ ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരംഗതാ. ഈ ഭാവങ്ങളൊക്കെ എത്രയോ ദൂരത്തേക്ക് മാഞ്ഞു പോയേയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു നിർവൃതിയായിരിക്കുന്ന മനസ്സിനെ പ്രാപിച്ചിരിക്കുന്ന, സുഖത്തെ പ്രാപിച്ചിരിക്കുന്ന സ്വാർത്ഥകുശലാഹ, അതായത് സ്വന്തം കാര്യം, അതാണല്ലോ സ്വാർത്ഥം. സ്വാർത്ഥകുശലാഹ, അവരുടെ കാര്യത്തിൽ വളരെ സമർത്ഥന്മാരായിട്ടുള്ളവരും,
ആത്മപ്രിയ സുഹൃദ, ആത്മാവിൽ പ്രിയമുള്ളവരും പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി പ്രിയമായിട്ടുള്ള സൗഹൃദം ആത്മാവിനോട് സ്ഥാപിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരും ആയിട്ടുള്ള സാധവ, അവർക്ക് എന്താണ്, വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ്. സാധവ കഥം പുനഃ, പിന്നെ എങ്ങനെയാണ്, മധുമഥന, അല്ലയോ മധുസൂദന, ത്വച്ചരണാംബുജാനുസേവാം, അങ്ങയുടെ പാദാരവിന്ദ, നിരന്തരമായിട്ടുള്ള അങ്ങയുടെ പാദാരവിന്ദ സേവിക്കുന്നതിനെ വിസൃജന്തി, വിടാൻ സാധിക്കുക. അതായത് ഭഗവത് പാദത്തെ സേവിക്കാൻ, നിരന്തരമായിട്ട് സേവിക്കാൻ സാധിക്കുന്ന സാധുക്കളുടെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവർക്ക് വേറെ ഒന്നും വിചാരമില്ല. നമ്മുടെ ഒരു ഇത് പറയും, നമ്മുടെ ഓട്ടൂരില്ലേ, ഓട്ടൂരിനെ പറ്റി അദ്ദേഹത്തിൻ്റെ അടുത്ത് കവിത, അദ്ദേഹം എഴുതിയിട്ടുള്ള കവിത മുഴുവൻ കൃഷ്ണനാണ്. എനിക്കത് അദ്ദേഹത്തിൻ്റെ കവിത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂരിലത്തെ പടിഞ്ഞാറ് ഭാഗത്തൊരു ബുക്ക് സ്റ്റാളില്ലേ, അവിടെ പോയാൽ കിട്ടും. സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ കൃതികളും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പടിഞ്ഞാറ് നടയിൽ അവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട്, ആ ബുക്ക് സ്റ്റാളിൽ അത് കിട്ടും. അതായത് അവിടെ നോക്കിയാൽ കാണാം, എഴുതിയിട്ടുള്ളത് മുഴുവൻ എന്താ പറയുക, കൃഷ്ണനെ കുറിച്ച് മാത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ എന്താണ്, കൃഷ്ണനാണ്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം ബാലചന്ദ്രൻ ചുള്ളിക്കാട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഒരു പബ്ലിക് വേദി ആയതുകൊണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് ഇദ്ദേഹത്തോടൊന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാൻ പറയണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇത്ര വേറൊരാൾ പറയുന്നത് കേട്ടതാട്ടോ, എൻ്റെ സ്വന്തം അനുഭവമല്ല, ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, മറ്റൊരാൾ പറഞ്ഞത് കേട്ടത് കൊണ്ട് ഞാൻ പറയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചെന്നിട്ട് വേറെ എഴുതാൻ പാടില്ലേ അങ്ങേക്ക് എന്ന് ചോദിച്ചു ഇത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വാസനയുള്ളവരെ എഴുതിക്കോളൂ, എനിക്ക് വിരോധമില്ല, എൻ്റെ വാസന ഇതിലാണ് ഇരിക്കുന്നത്, അതാണ് വിഷയം. അദ്ദേഹത്തിന് വേറൊന്നിനെക്കുറിച്ച് എഴുതാൻ സാധിക്കുന്നില്ല. അതായത് മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് ആരാണ്, കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരേ സാധനമാണ്. അതായത് കൃഷ്ണനല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആലോചിക്കാനും ഒന്നും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചല്ലാണ്ട് എന്തിനെക്കുറിച്ചാണ് എഴുതുക, വേറൊന്നിനെക്കുറിച്ച് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ആളുകൾ, അതായത് ത്വച്ചരണാംബുജാനുസേവാം, അങ്ങയുടെ പാദാരവിന്ദ നിരന്തര ഭജനത്തെ വിസൃജന്തി, എങ്ങനെയാണ് അവർ വിടുന്നത്, യത്ര യാതൊന്നിൽ അയം സംസാരാവർത്ത, ഈ സംസാരത്തിൻ്റെ ആവർത്തം പുനഃ ന, രണ്ടാമത് ഉണ്ടാവുകയേയില്ല. എന്താ കാരണം? രണ്ടാമത് സംസാരത്തിൻ്റെ ആവൃത്തി ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് സംസാര ആവൃത്തി സംഭവിക്കുന്നത്? സംസാരം എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളുടെ ഈ ലോകത്തിലുള്ള സുഖദുഃഖാദ്യ അനുഭവ രൂപത്തിലുള്ള ജീവിതം, നമ്മൾ ഓരോരുത്തരും വീണ്ടും വീണ്ടും ജനിക്കുകയും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം, ഇങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആഗ്രഹം വിടാതെ നമ്മൾ മരിച്ചു പോകുമ്പോഴാണ്. അതായത് മരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്ത് വന്നിട്ടില്ല? വാസനാക്ഷയം വന്നിട്ടില്ല. ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ്. അങ്ങനെയുള്ളവരുടെ മരണം ഏതുപോലെയാണെന്നറിയോ? ഉറക്കം, സാധാരണ നമ്മൾ ഉറങ്ങുന്നില്ലേ, അതുപോലെയാണ് എന്ന് പറയും. യോഗികളെ സംബന്ധിച്ച്, അതായത് സാധാരണ നമ്മൾ ഉറങ്ങുന്നത് പോലെയാണ് അത്ര ഇവരുടെ മരണം. അതായത് നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ മരണം. എന്താ കാരണം? ഉറങ്ങുമ്പോൾ നമുക്കൊരു അനുഭൂതി ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ വല്ലാതെ സുഷുപ്തിയിൽ നിൽക്കുമ്പോൾ ജ്യോത്സ്നയില്ല അല്ലേ, ഞാൻ കിടക്കുന്നത് കട്ടിലാണെന്ന് എനിക്കറിയില്ല, ഭർത്താവുണ്ടെന്നറിയില്ല, മക്കളുണ്ടെന്നറിയില്ല, വീടുണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി, ഞാൻ ഒന്നും അറിഞ്ഞില്ല അല്ലേ? നമ്മളൊരു ആനന്ദത്തെ അനുഭവിച്ചു ആ സമയത്ത്. ആ ആനന്ദം എല്ലാ സമയത്തും ആ ആനന്ദമല്ല, അതിൻ്റെ 10 ഇരട്ടി ആനന്ദം നിൽക്കുന്നവരാണ് ആര്? യോഗികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അതായത് നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ അനുഭവിക്കുന്ന സുഖവും ഒക്കെ എന്ത് വെച്ചുകൊണ്ടാണ്? നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ കടന്നുകൊണ്ടാണ്. ഇതുപോലെയാണ് ഒരു സാധാരണ മനുഷ്യന് മരണം സംഭവിക്കുന്നത് എന്നാണ് പറയുക.
യോഗി മരിക്കുമ്പോൾ യോഗിയുടെ വിഷയം എന്താ? അയാൾ മരിക്കുന്നേ ഇല്ല. അയാൾ എന്താ പറയുക, ഈ വസ്ത്രമല്ലേ അതങ്ങോട്ട് അഴിച്ചിട്ട് അയാൾ ഇനിയൊരു വസ്ത്രത്തിലേക്ക് അയാൾക്ക് കയറണ്ട. കാരണം എന്താ? കയറാണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? വാസനയില്ല. വാസന എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളില്ല. മോക്ഷം വേണം, മോക്ഷസൗഖ്യേപ്യനീഹ എന്ന് പറയും. അതായത് മേൽപ്പത്തൂർ തന്നെ പറയും, ജീവൻ മുക്തത്വമേവം വിധമിതി വചസാ കിം ഫലം ദൂരെ ദൂരെ തന്നാമാശുദ്ധ ബുദ്ധിർന ചലഘു മനസ ശോധനം ഭക്തിധോന്യത് തന്മേ വിഷ്ണോ കൃഷിഷ്ഠാ ത്വയി കില സകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാം മംക്ഷു കിഞ്ചിത് ഗുരുവചനമിളത് ത്വത്പ്രബോധസ്ത്വദാത്മാ. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ഏവം വിധമിതി വചസാ കിം ഫലം. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് എന്താ കാര്യം? അവിടേക്ക് എന്ത് വേണം? ഏവം വിധമിതി വചസാ കിം ഫലം ദൂരെ ദൂരെ തന്നാമാശുദ്ധ ബുദ്ധിർന ചലഘു മനസ ശോധനം ഭക്തി. ആദ്യം എന്ത് സംഭവിക്കണം? മനസ്സിന് ഒരല്പമെങ്കിലും എന്ത് വേണം? ശോധനം ചെയ്യണം. അതായത് മനസ്സിനെയാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? പവിത്രമാക്കേണ്ടത്. മാനസികമായ പവിത്രത വരാതെ യാതൊരു കാരണവശാലും നമുക്ക് ആഗ്രഹ നിവൃത്തി സാധ്യമല്ല. മനസ്സിന് പരിവർത്തനം വരണമെങ്കിൽ മനസ്സിൻ്റെ പരിവർത്തനം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഭക്തി എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് മനസ്സിന് ഭക്തി എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ പറയാം പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മഹാമകഹൃതി അല്ലേ? ഒരുപാട് ആധിവ്യാധികൾ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് പരമാനന്ദമാകുന്ന രസത്തെ നിറച്ചുകൊണ്ട് ഉദിച്ചു പൊങ്ങണമേ ഭഗവാൻ. അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? ശരിക്കും ഭയങ്കര കഷ്ടപ്പെട്ട് ദുഃഖിച്ച് ഒരു ഭജനയുടെ മുമ്പിൽ പോയി ഇരുന്ന് നോക്കൂ, എന്താവും? എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം വന്നത്? മനസ്സ് അവിടെ നമുക്ക് പ്രവർത്തിച്ചത് കൊണ്ടാണ് ദുഃഖം വന്നത്. അപ്പോൾ ആ ഭജനയുടെ മുമ്പ് പോയി നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഭജന നമ്മളിങ്ങനെ ഇഷ്ടംപോലെ സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകളിങ്ങനെ എന്താണെന്ന് പോലും അറിയാതെ ഉറഞ്ഞു തുള്ളുന്ന അവസ്ഥ ഭജനയുടെ ഉള്ളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? അമൃതാനന്ദമയി മഠത്തിലൊക്കെ ഒന്ന് പോയി നോക്കൂ, അല്ലെങ്കിൽ സായിബാബയുടെ അവിടേക്ക് ഒന്ന് പോയി നോക്കൂ, ഇപ്പം മനസ്സിലാവും. അതായത് മനുഷ്യന് ലോകത്ത് സാധാരണ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രവർത്തിക്കുന്ന മനസ്സ് അവിടെ എന്താവും? നിശ്ചലമാകും. കാരണം എന്താ? എല്ലാം അറിയുന്നൊരമ്മേ എൻ്റെ വല്ലായ്മ നീ അറിയില്ലേ, വല്ലാതെ ഞാൻ ഉഴലുന്നീ എന്താണ് പ്രേമ സംസാരമാം സാഗരത്തിൽ ഇല്ല മറ്റാരും ഈ ഭൂവിൽ എൻ്റെ അല്ലലകറ്റുവാനമ്മേ, എത്ര നാളീ വിധമമ്മേ ഞാൻ ഈ ദുഃഖഭാണ്ഡം ചുമക്കേണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മാതിരി ഭജനയൊക്കെ ഇട്ടുകൊണ്ട് ഇതിനകത്ത് കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് വിളിച്ചിട്ട് അലറി വിളിച്ച് നിലവിളിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്താ കാരണം? ദുഃഖങ്ങളൊന്നും അവരറിയുന്നില്ല, സന്തോഷമാണ്, ആനന്ദമാണ്. അതായത് മനസ്സിൻ്റെ പ്രവൃത്തി അങ്ങനെ അങ്ങ് അടങ്ങിയിട്ട് അവരിതിനകത്ത് അഭിരമിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ആധ്യാത്മികമായിട്ടുള്ള ഏത് വ്യാപാരത്തിൻ്റെയും ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത്. അതായത് അതാണ് രമണ മഹർഷി പോകുന്നത്, നീ ചുമ്മാ ഇര് എന്ന് പറയും. രമണ മഹർഷിയുടെ ചുമ്മാ ഇര, സ്വാമി എങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയും. രമണ മഹർഷി എത്രയോ പ്രാവശ്യം പറഞ്ഞു ചുമ്മാ ഇര്. എന്താ ചുമ്മാ ഇര്? ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ടും കാലുകൊണ്ടും ചുമ്മാ ഇരിക്കല്ല. മാനസികമായി മനസ്സിന് പ്രവൃത്തി നൽകാതെ മറ്റൊരാൾക്കെതിരെ ദേഷ്യം തോന്നുന്നത് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. മനസ്സിന് തടയിട്ട് നോക്കും, നമ്മുടെ ദേഷ്യം അവിടെ നിൽക്കും. അതായത് മനസ്സിന് തടയിടുക എന്നുള്ളത് മാത്രമാണ് ജീവിത സുഖത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ മന്ത്രം. മനസ്സിന് തടയിടാനുള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക. മനുഷ്യനായാൽ മനസ്സ് ഒരു സമയത്തില്ലെങ്കിൽ വേറൊരു സമയത്ത് അത് ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരു സമയം കഴിഞ്ഞാൽ അടുത്ത സമയം അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ദുഃഖത്തിലേക്കാണ് നയിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രവൃത്തി ഇല്ലാതെയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. അതാണ് ഓട്ടൂർ പറയും, വീണേടത്തു കിടന്നുകൊണ്ടു തല പൊക്കിടാൻ കരുത്തെന്നിയേ കേണേറെ
ചുടു കണ്ണുനീർ ചിതറിടും പിഞ്ചോമലിൻ മാതിരി ആണേ മാമകദേഹിതൻ സ്ഥിതി ഉടൻ മാതാവിനെ പോലെ വാഗ്വീണേ പാടി മുകുന്ദനാമ മധുരസ്തന്യാമൃതം നൽകണേ. ഇത് സത്യമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് വീണ സ്ഥലത്ത് കിടന്നിട്ട് തല പൊക്കാനുള്ള കരുത്ത് ഈ ശരീരത്തിന് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഭഗവാൻ തന്നാലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം പൊങ്ങുമോ? അതുകൊണ്ട് ഇത് പൊങ്ങണമെങ്കിൽ അതിനുള്ള വ്യാപാരം വരുത്തുന്ന എന്തോ ഒരു വസ്തു, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന എന്തോ ഒരു വസ്തു. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ എന്ത് പറയണത്? ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. എനിക്ക് അഥവാ അങ്ങനെ ഒരു തോന്നൽ നിർബന്ധമാണെന്ന് അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ എല്ലാം ഞാനാണ് എന്നെനിക്ക് തോന്നിക്കണമേ. അതായത് അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ വളരെയധികം ദുഃഖത്തിലേക്ക് മാത്രമേ, എല്ലാ തരത്തിലുള്ള ഈഗോ ക്ലാഷസ് ആണ് ഈ ലോകത്തിലുള്ള സകല ദുഃഖങ്ങളുടെയും അടിസ്ഥാനമായ കാരണം. അതുകൊണ്ട് ഇവിടെ എന്താ പറയണത്? എങ്ങനെയാണ് അങ്ങയുടെ പാദാരവിന്ദത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുക? എങ്ങനെയുള്ളവർക്ക്? ഈ മാതിരി ചിന്തയുള്ളവർക്ക് എങ്ങനെയാണ് അങ്ങയുടെ പാദാരവിന്ദങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കുക? എത്ര അയം സംസാരാവർത്ത പുനഃ ന, എവിടെയാണോ ഈ സംസാരത്തിൻ്റെ ആവൃത്തി പിന്നെ ഉണ്ടാകാതിരിക്കുന്നത് എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് അഥ തവ മഹിമാമൃത വിപ്രുഷ, മഹിമാമൃത രസസമുദ്ര വിപ്രുഷ, അല്ലേ? അങ്ങയുടെ മാഹാത്മ്യമാകുന്ന അമൃതരസം നിറഞ്ഞ സമുദ്രത്തിൻ്റെ ഒരു തുള്ളി സഹൃദവലീഢയ ഒരിക്കൽ ആസ്വദിച്ചു കഴിഞ്ഞാൽ സ്വമനസി തങ്ങളുടെ മനസ്സിൽ നിഷ്യന്തമാനഹ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അനവരത സുഖേന നിരന്തരമായ സുഖം കൊണ്ട് വിസ്മാരിത ദൃഷ്ടശ്രുത വിഷയ സുഖലേശാഭാസാഹ മറക്കപ്പെട്ട കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായ വിഷയസുഖലേശങ്ങളുടെ ആഭാസങ്ങളോട് കൂടിയവരും ഏകാന്തിനഃ മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെ ഒറ്റയ്ക്കിരിക്കുന്നവരും ഏകാന്തമായിട്ടിരിക്കുന്നവരുമായിട്ടുള്ള പരമഭാഗവതാഹ പരമഭക്തന്മാരുമായിട്ടുള്ളവർ സർവഭൂതപ്രിയ സുഹൃതി, സർവഭൂതങ്ങളുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് ആരേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. കാരണം എന്താ? സുഹൃത്താവണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ പാടില്ല. നമുക്കൊന്നും മറ്റയാളുടെ അടുത്തുനിന്ന് പ്രതീക്ഷയില്ലാതെ, ഇങ്ങോട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളുടെ കൂടെ എല്ലാറ്റിലും നിൽക്കുന്നവനാണ് ശരിയായ സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് സർവഭൂതപ്രിയ സുഹൃതി സർവാത്മനി, അതായത് സർവരുടെയും ആത്മാവുമായിട്ടുള്ള ഭഗവതി ഭഗവാനിൽ നിതരാം ഏറ്റവും നിരന്തരം എല്ലായ്പ്പോഴും നിർവൃത മനസ്സഹ സുഖത്തെ പ്രാപിച്ചിരിക്കുന്ന മനസ്സോട്, അതായത് അതിലങ്ങോട്ട് അലിഞ്ഞു ചേർന്നിരിക്കുന്ന മനസ്സോട് കൂടിയവരും സ്വാർത്ഥകുശലാഹ അവരുടെ കാര്യത്തിൽ സമർത്ഥന്മാരും ആത്മപ്രിയ സുഹൃത ആത്മാവിൽ പ്രിയമുള്ളവരും. അവരുടെ കാര്യം എന്താണ്? കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് കിട്ടേണ്ട കാര്യമല്ല. സ്വാർത്ഥകുശലാഹ എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുത അവരുടെയൊക്കെ ഒരാഗ്രഹമേ ഉള്ളൂ. അതെന്താണ്? ഞാൻ ആര്, എന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്വാർത്ഥത്തിൽ അവർ തൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്നതിൽ കുശലന്മാരായിട്ടുള്ള ആത്മപ്രിയ സുഹൃത ആത്മാവിൽ പ്രിയമുള്ളവരും അതിനോട് ആത്മാവിൽ പ്രിയമുള്ളവരും പരിശുദ്ധമായ ഹൃദയത്തോടു കൂടിയവരുമായിരിക്കുന്ന സാധുക്കൾ കഥം പുനഃ പിന്നെ എങ്ങനെയാണ് മധുമഥന അല്ലയോ മധുസൂദന ത്വച്ചരണാംബുജാനുസേവാം അങ്ങയുടെ പാദാരവിന്ദങ്ങളെ സേവിക്കുന്നതിനെ വിസൃജന്തി അതിനെങ്ങനെയാണ് അവർ ഉപേക്ഷിക്കുന്നത്? എത്ര യാതൊന്നിൽ അയം സംസാരാവർത്ത, അത് ഭഗവാന്റെ പാദാംബുജ സേവനം നിരന്തരമായിട്ട് നടത്തുന്നവർക്ക് ഒരു കാരണവശാലും സംസാര ആവർത്തം ഉണ്ടാവുകയില്ല. എന്താ കാരണം? യത് കരോഷി യത് അസ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. നിങ്ങൾ പറഞ്ഞ സ്വർണവും രത്നവും ആഭരണങ്ങളും ഒന്നും ഭഗവാന് കൊണ്ടു കൊടുക്കണമെന്ന് ഭഗവാൻ പറഞ്ഞില്ല. എന്താ ചെയ്യേണ്ടത്? യത് കരോഷി, നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതെനിക്ക് സമർപ്പിക്കൂ. യത് അസ്നാസി, നിങ്ങളെന്ത് ഭക്ഷിക്കുന്നുവോ അതെനിക്ക് തരൂ. അതായത് ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഉണ്ടല്ലോ,
ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ഈ സാധനത്തെ ഭക്ഷിക്കൂ. യത് അസ്നാസി യത് ജുഹോഷി, നിങ്ങൾ എന്ത് ഹോമിക്കുന്നുവോ അത് ഭഗവാന് ഹോമിക്കൂ. ദദാസിയത്, എന്താണോ നൽകുന്നത്, അതായത് ഈ പഹയൻ നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ദാനം ചെയ്യരുത്. അതായത് നമ്മൾ കൊടുക്കുന്നത് 5 പൈസയായാലും ആ പൈസ ഇതെന്ന മമ എന്നുള്ള ഭാവനയോടുകൂടി വേണം ദാനം ചെയ്യാൻ. ഉപനിഷത്ത് പറയും ശ്രദ്ധയാദേയം, ഹ്രിയാദേയം, ഭിയാദേയം. കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് വേണം, നമ്മളുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട്, അതായത് അത് എൻ്റേതല്ല, ഇത് ഞാൻ ഇതിനു വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ള ഭാവനയോടുകൂടി സമർപ്പിക്കണം. അല്ലാതെ മറ്റേ ഭാവനയോട് സമർപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതാണ് യത് കരോഷി യത് അസ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ. നീ എന്തിനെയാണോ തപസ് ചെയ്യുന്നത്, അതായത് നീ എന്തിനെയാണോ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, അത് തത്പുരുഷമതർപ്പണം, അതെനിക്ക് വേണ്ടി അർപ്പിക്കൂ എന്ന് ഭഗവാൻ പറയും. അങ്ങനെ അർപ്പിക്കുന്നവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ പറയുന്ന സംസാര ബന്ധത്തിൽ നിന്ന് വിടുതൽ സംഭവിക്കാൻ സാധിക്കുള്ളൂ. കാരണം എന്താ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ എന്ന ഭാവത്തോടു കൂടിയല്ല അപ്പം ചെയ്യുക. ഇത് ഈ ശരീരത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മമാണ്. ഈ ശരീരം കൊണ്ട്, ഈ ശരീരമെടുത്ത് ഈ ലോകത്തേക്ക് വന്നതിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മമാണ് അമ്മ എന്നുള്ള കർമ്മം, അധ്യാപിക എന്നുള്ള കർമ്മം. ഈ ലോകത്ത് ഞാൻ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മവും എൻ്റെ ഈ ശരീരത്തോട് വന്നു ചേർന്നിരിക്കുന്ന കർമ്മമാണ് എന്ന ഭാവനയോടുകൂടി നമ്മളുടെ എന്നിട്ട് ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട്, ഈശ്വരൻ എന്നെ ഇതിന് നിയോഗിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവനവൻ്റെ കർമ്മം അനുഷ്ഠിക്കുന്നവന് തീർച്ചയായിട്ടും ഈ പറയുന്ന മോഹത്തിൽ നിന്ന് മുക്തി വരും. കാരണം എന്താ, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ അവസാനിച്ചിരിക്കുന്നു. ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കിൽ ഈശ്വരേച്ഛയാ വരും ഭോഗങ്ങൾ ഭുജിക്കനീ എന്ന് പറയും എഴുത്തച്ഛൻ. അതായത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മമൊന്നും തന്നെ നമ്മളുടെ ആത്മാവിനോട് വന്ന് ഒട്ടുകയില്ല. കായേന മനസാ വാചാ ഇന്ദ്രിയൈഹി ഒക്കെ ചെയ്യുന്നത് പ്രവൃത്തിയാണ് നമ്മൾ പറഞ്ഞു, പലതവണ പറഞ്ഞു. അപ്പോൾ കായേന വാചാ മനസാ ഇന്ദ്രിയൈഹി ഒക്കെ ചെയ്യുന്നത് ഈശ്വരാർപ്പണമാണെങ്കിൽ പിന്നെ അതിൻ്റെ ഫലം ആര് തന്നോളും? വേണമെങ്കിൽ കിട്ടിക്കോട്ടെ, അല്ലേ? ഈശ്വരൻ തന്നോളും. ഈശ്വരൻ അത് തരും എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തെ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ തോറ്റുപോയാൽ സങ്കടം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ തോൽവിയും ജയമൊന്നുമില്ല, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചു, അത് ഞാൻ ചെയ്തു, അത്രയും ഭാവന മതിയല്ല. അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഈ കർമ്മങ്ങളെ നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന ഭാവനയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശ്വരാർപ്പണമാണ്. അങ്ങനെ ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പുതിയ കർമ്മങ്ങളിലേക്കുള്ള വാസന നമുക്ക് കുറഞ്ഞു വരും. തീർച്ചയായിട്ടും വരും. അത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ഭഗവതർപ്പണമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരൻ തന്നെ വേണമെങ്കിൽ അതിൻ്റെ ഫലം തന്നോട്ടെ, നമ്മളതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമല്ല. അതാണ് നമേ കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തിലെ പ്രകൃതിയെ എടുത്തു നോക്കൂ. ഈ പ്രകൃതിയിലെ ജീവജാലം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അത് അല്ലേ, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾ മുഴുവൻ അവരുടെ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു അല്ലേ. മൃഗങ്ങൾ അവരുടെ കർമ്മം ചെയ്യുന്നു, പക്ഷി മൃഗാദികൾ അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. ആര് അവാർഡ് കൊടുത്തിട്ടാ, ആരുടെ അവാർഡ് കിട്ടിയിട്ടാ ഈ ലോകത്ത് പ്രകൃതി കർമ്മം അനുഷ്ഠിക്കുന്നത്? ആര് പറഞ്ഞിട്ടാ ഈ സൂര്യൻ ഈ സമയത്ത് ഉദിച്ച്, അല്ലെങ്കിൽ ഭൂമി ഈ സമയത്ത് ആ സമയത്ത് ഇങ്ങോട്ട് എന്തായാലും ഒരു ചംക്രമണം നടക്കുന്നു എന്നൊക്കെ പറയുന്നത്? ആര് പറഞ്ഞിട്ടാ ചംക്രമണം നടത്തുന്നത്? ഒക്കെ നിയന്ത്രിക്കുന്ന ആരോ ഒരു നിയന്താവ് ഇവിടെ ഓൾറെഡി ഇരിക്കുന്നു. അതേ സാധനം തന്നെയാണ് നമ്മളെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം, അത്രയേ ഉള്ളൂ. ആ ബോധം, അതായത് ഇത് നമുക്കെന്താ ഉണ്ടാവുന്നത്, വേറൊരാളെ എന്നെ നിയന്ത്രിക്കാനോ, ഞാനാരാള് അല്ലേ? നമ്മുടെ ഒരു ഏറ്റവും കൂടുതലുള്ള പ്രശ്നം അതാണ്. ഈ ഞാൻ എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന ഒരു വികാരം ഉയർന്നു പൊങ്ങി ആ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒട്ടൽ വരികയും എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് കാണും എന്തോ ഒരു വലിയ ജ്ഞാനം എൻ്റെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെറിയ ഇതുമായിട്ട് വരുന്നവരെ ഒന്നും കണ്ണു പിടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം മനുഷ്യൻ്റെ മാത്രമുള്ളതാണ്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഭാവമോ ഭാവനയോ ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത്, അതായത് ഇന്ന് അങ്ങനെ ഒരു സംഗതി ആരുടെയെങ്കിലും
ശരീരത്തോട് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ പൂർവജന്മാർജിതമായ പുണ്യത്തിൻ്റെ ഒരു ഫലമാണ് നമ്മളുടെ ഈ ഒരു പ്രവൃത്തി ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ്. അതിനെന്ത് വേണം? ആദ്യം ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻപതും. അല്ലേ? ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക കൃപാസിന്ധോ മഹാസിന്ധോ ജയിക്കുക. ഏതെങ്കിലും പദമൊക്കെ അങ്ങോട്ടും കൂടെ മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. വരുന്നത് പാടിയതാണ്, അതായത് വായയിൽ വരുന്നത് കോതക്കി പാട്ട് എന്ന് കേട്ടില്ല, അതാണ്. അതുപോലെയാണ്. എന്തായാലും ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് ഈ സംഗതി ഇത്രയേ ഉള്ളൂ. ചെയ്യുന്ന കർമാനുഷ്ഠാനത്തിൻ്റെ ഫലത്തെപ്പറ്റി ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണമായി ഈശ്വരിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ഈശ്വരബുദ്ധ്യാ ഇത് മുഴുവൻ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ മറ്റൊരാളാണ് എന്ന് ആദ്യാദ്യം തോന്നുമെങ്കിലും പിന്നീട് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, നിരന്തരമായി അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എൻ്റെ ഉള്ളിൽ തന്നെ ഈ ശക്തി, ഈ ഒരു ശക്തി അടങ്ങിയിരിക്കുന്നു, ആ ശക്തിയാണ് എന്നെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഭാരതീയ ഒരു ആരാധനാ സമ്പ്രദായം വിഭാവനം ചെയ്തിട്ടുള്ള മുന്നോട്ട് പോകുന്ന ഒരു രീതി ഇത് തന്നെയാണ്. അതായത് വെറുതെ ചെറുതായി ഇതിൻ്റെ മുകളിൽ ബിസിനസ്സിൽ പണി മുടക്കുന്നത് പോലെ, പണം മുടക്കുന്നത് പോലെയല്ല, ഇതിൻ്റെ നേരെ മുടക്കിയിരിക്കുന്ന ഒരു ചിന്ത തീർച്ചയായിട്ടും ജന്മാന്തരങ്ങളിലേക്ക് സംക്രമിക്കുക തന്നെ ചെയ്യും എന്ന് പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അല്ലയോ മധുസൂദന, അങ്ങയുടെ മഹിമയാകുന്ന അമൃത സമുദ്രത്തിലെ ഒരു ബിന്ദു ഒരിക്കൽ ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ മനസ്സിൽ അതിശയമായിട്ട് നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിരതിശയമായിരിക്കുന്ന ആനന്ദം നിമിത്തം ഈ ലോകത്തും പരലോകത്തുമുള്ള വിഷയസുഖാഭാസങ്ങളെ തീരെ മറന്നിരിക്കുന്നവരും സർവഭൂതങ്ങളുടെയും സുഹൃത്തും പ്രിയനും വഴികാട്ടിയുമായിരിക്കുന്ന സർവാത്മാവും എല്ലാത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന അങ്ങയിൽ നിരന്തരം ഞങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് സ്വജന്മത്തെ സഫലമാക്കുന്നതിൽ സമർത്ഥരായിരിക്കുന്ന പരമഭക്തരായിരിക്കുന്ന പരമഹംസന്മാർ അങ്ങയുടെ നിരന്തരമുള്ള പാദാംബുജ സേവയെ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത്? അതുകൊണ്ട് ഉപേക്ഷിക്കുകയില്ല എന്ന് തന്നെയാണ്. നിരന്തരം അങ്ങയെ തന്നെ പരമപ്രേമത്തോടുകൂടി ഭജിക്കുക മാത്രമല്ലാതെ വിഷയങ്ങളെ സ്മരിക്കുക പോലും അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് യാതൊരു പാദപത്മത്തെ നിരന്തരം സേവിക്കുന്നവർ, രണ്ടാമത് ഇങ്ങനെയുള്ളൊരു പാദപത്മത്തെ നിരന്തരം സേവിക്കുന്ന ആളുകൾക്ക് രണ്ടാമതൊരു സംസാരമില്ല, ഗോപിമാരെ പോലെ. കാരണം എന്താ? കാട്ടിൽ കണ്ണുമടച്ചുമേവും ഋഷിമാർ കാണാത്ത ദൈവത്തെ ഉൾനാട്ടിൽ ഗോകുലവാസികൾക്കുമിഴിയാൽ കാണായി വന്നപ്പോഴും. എന്തുകൊണ്ടാണ് കാണായി വന്നത്? കണ്ണുമടച്ച് നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഋഷിമാർക്ക് കാണാൻ സാധിക്കാത്ത ദൈവം ഗോപിമാരുടെ ഇടയിലൂടെ ഇങ്ങനെ വിലസിക്കൊണ്ട് നടന്നു. അപ്പം അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? തവ മുഖാംബുജ പൂഗചർവണം സപതി ഗൃഹതി നിർവിശങ്കിത ഘനപയോധൻ. അല്ലേ? എങ്ങനെയാണ് സാധിക്കുന്നത്? ഇങ്ങനെയാണത് സാധിക്കുന്നത്. അതായത് ഭഗവാൻ എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. ആ തുള്ളിച്ചാട്ടമാണ്. അതായത് ബ്രഹ്മസമ്മതര സാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ എന്നാണ്. യോഗിമാർക്ക് മാത്രം ആനന്ദിക്കാൻ പറ്റുന്ന എന്തോ ഒരു ആനന്ദത്തെ, നാലാമത്തെ തുരീയാനന്ദത്തെ അനുഭവിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗോപിമാർക്ക് കൃഷ്ണൻ അവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെയാണ് അവൻ ചക്രാസുരനെ പൊടിയാക്കിയത്, ഇവിടെയാണ് അവൻ ഗോവർദ്ധനോദ്ധാരണം നടത്തിയത്, ഇവിടെയാണ് അവൻ അവനെ യശോദ കിടത്തിയപ്പോൾ ഈ നളകൂപരന്മാരെ കൊന്നത്, ഇവിടെയാണ് അവൻ വെണ്ണ കെട്ടത്, ഇവിടെ നിന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉദ്ധവരുടെ പിന്നാലെ നടക്കുകയാണ്. ഞങ്ങൾക്ക് കറുപ്പ് നിറം പോലും കാണാൻ വയ്യ എൻ്റെ ഉദ്ധവരെ. കാരണം എന്താ? കറുപ്പ് എന്ന് പറയുന്ന നിറം ഞങ്ങളെ അവനെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത്.
അത്ര പോലും, അതായത് കാണുന്ന മൺതരിയെപ്പോലും ഭഗവാനായിട്ട് കാണാൻ അവർ പഠിച്ചിരിക്കുന്നു. അത്രയേറെ ഭഗവാനിൽ ആനന്ദിക്കാൻ പഠിച്ചിരിക്കുന്നവർക്ക് രണ്ടാമതൊരു ജന്മം എടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? തീർച്ചയായിട്ടും അവരുടെ ആനന്ദം ആ ഈശ്വരനിൽ അവർ അലിഞ്ഞു ചേർന്നിരിക്കുന്നു, ജീവിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ആ യോഗിഗമ്യമനുഭാവയൻ എന്ന് പറയുന്നത്. യോഗികൾക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന പരമാനന്ദ രസത്തെ അവർ ആസ്വദിച്ചിരിക്കുന്നു അല്ലേ? ഞാനെന്ന തത്വവും അതോടെ അതിൽ കലങ്ങി. പിന്നെ എന്തേ ബാക്കിയുള്ളൂ? ഞാനക്കിടാവൊരുവനേ ഇനിയുള്ളു ബാക്കി, ഞാൻ ഈ സ്ഥിതിക്കിവിടെ എങ്ങനെ സന്യസിക്കും എന്നാണ് ഓട്ടൂർ ചോദിക്കുന്നത്. സന്യസിക്കണം എന്ത് വേണം? രണ്ടാമതൊന്ന് ഉപേക്ഷിക്കാൻ വേണം. രണ്ടാമതൊരു സാധനമില്ല, പിന്നെ എന്തിനാ സന്യസിക്കേണ്ടത്? രണ്ടാമതൊരു വസ്തു ഇല്ലാത്തവൻ സന്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അപ്പം അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണമെങ്കിൽ എന്താ പറയുക, തീപ്പാലത്തിൻ്റെ മോളിൽ ദുരിതമഹിമയാൽ സഞ്ചരിക്കേണ്ടി വന്നാൽ പോലും ഗോപാലകൃഷ്ണൻ കൃപയുടെ കടലാണെന്നു ഞാൻ ധീരകണ്ഠം ഉദ്ഘോഷിക്കാതിരിക്കില്ല തുമതി, അതിനെന്നെഞ്ചിലുണ്ടായിടേണം വിശ്വാസസ്ഥൈര്യം. എന്നാൽ സഫലജനനായി ലബ്ധ സർവാർത്ഥനായി ഞാൻ. അർത്ഥം വളരെ വ്യക്തം, വളരെ സിമ്പിളായ മലയാള ഭാഷയിലാണ്. ഇതൊക്കെ ഓട്ടൂർ പറഞ്ഞതാണ് കേട്ടോ, ഓട്ടൂരിൻ്റെ കൃതികളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സംസാരത്തിൻ്റെ ആവർത്തനം ഒരിക്കലും രണ്ടാമതൊന്ന് ഉണ്ടാവുകയില്ല. അടുത്ത ശ്ലോകം നോക്കൂ. ത്രിഭുവനാത്മഭവന, ശ്ലോകമല്ല ഗദ്യം. ത്രിഭുവനാത്മഭവന ത്രിവിക്രമ ത്രിനയന ത്രിലോകമനോഹരാനുഭാവ തവൈവ വിഭൂതയോ ദിദിജദനുജാദയശ്ചാപി തേഷാം അനുപക്രമസമയോയം ഇതി സ്വാത്മമായയാ സുരനരമൃഗമിശ്രിത ജലചരാകൃതിഭിഃ യഥാപരാധം ദണ്ഡം ദണ്ഡധര ദധർത്ഥ ഏവം ഏനമപി ഭഗവൻ ജഹി ത്വാഷ്ട്രം ഉത യതി മന്യസേ.